നാം എല്ലാവരും സന്ധ്യയോടെടുക്കുന്ന സമയം പ്രത്യേകമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനാണ്. നമുക്കേവർക്കും പ്രിയപ്പെട്ട ജോസഫ് ഇന്ന് മാമോദീസ സ്വീകരണത്തിലൂടെ ഈശോയ്ക്ക് സ്വന്തമാവുകയാണ്. ഈ ശുശ്രൂഷയിലെ പ്രത്യേകമായ വിധത്തിൽ ജോസഫിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ ഒരു മാമോദീസ എന്ന കുദാശ പരികരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നു ചേർന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രത്യേക ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അധികണത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച പിതാവേ എന്ന് അങ്ങയെ വിളിക്കാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കൂദാശയോഗ്യതയോടെ പരിഗണന ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ, നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു വീഴുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അറിയിച്ചത് കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ ഉദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടൊത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നു. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നു. ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് മുദ്രിതനായിരിക്കുന്നു. സൈന്യങ്ങൾ
സകലസൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിച്ചുകൂടി നിൽക്കുന്ന സഭയെ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ സ്ഥലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീക്കും Hallelujah.
പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവിന്റെ മാമോദീസ സന്ദർഭമാണ് സുവിശേഷത്തിലെ നാം വായിച്ചു കേൾക്കുന്നത്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഈ കുഞ്ഞിനെ ഇന്ന് 3 കൂദാശകൾ സംയുക്തമായി നാം നൽകുകയാണ്. ഈശോ മാമോദീസ സ്വീകരിച്ച വേളയിൽ സ്വർഗ്ഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഈശോയുടെ ഇടയിൽ വരുന്നത് പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ ത്രിത്വൈക ദൈവത്തിൻ്റെ പിതാവ് പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വാക്കിന് ഉൾച്ചേർക്കപ്പെടുകയാണ്. ഈശോയ്ക്ക് സ്വന്തമായി തീർന്ന മാമോദീസ എന്ന കൂദാശയിൽ തൈലാഭിഷേകം എന്ന കൂദാശ അമ്മാവിനെ സ്വീകരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്ന ഈ മകനെ കർത്താവിന്റെ വലിയ കൃപയിൽ സമർപ്പിച്ച് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കൃപയോടും ചേർന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുക. ഗലീലയിൽ നിന്ന് യോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ എന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും നീ എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ പറഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമർപ്പിക്കുക. അങ്ങനെ സർവ്വനീതി പൂർത്തിയാക്കാൻ നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. മാമോദീസ കഴിഞ്ഞ ഈശോയുടെ കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രവചനരൂപത്തിൽ അങ്ങനെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. Persada,
ധീരതയായി സഭയുടെ വിശ്വസ്തദാസനായി നീതിമാന്മാരെ ശക്തരാക്കിയവരെ, അങ്ങേയതായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദൈവവും നന്മയും വിശ്വസ്തതയും സൗകര്യവും സമയവും ഇവരെ പറയട്ടെ. അങ്ങയുടെ അനുഗ്രഹമായ ജീവിതം നയിക്കാൻ ഈ ദാസരുടെ ആവട്ടെ. ഞങ്ങൾ അങ്ങേക്ക് അങ്ങയുടെ ദൈവം പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ പൂർണ്ണമായി സ്വീകരിച്ച് ജീവിതമായ ഇവരാരംഭിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതവും ധരിച്ചിരിക്കുന്ന നീതികളും ശത്രുവിന്റെ സംരക്ഷിക്കട്ടെ. വിശുദ്ധായ ജീവിതത്തിൽ ഇവരുടെ പിതാവിനെയും
ഈ ദാസൻ സത്യത്തിലോ ഞങ്ങളുടെ സഭയിലെ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന സംഘടനകളുടെ ആശ്വാസവും പരീക്ഷകളിൽ വെള്ളം നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാപൂർവ്വം പ്രകാശവും നാടിന്റെ സേവനമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യരാക്കട്ടെ. ഈ കൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എന്നേക്കും.